നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഡയബറ്റിസിനെ പറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ കൂടെ പറയുന്നത് കൊണ്ട് ആളുകൾക്ക് പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഡയബറ്റിസ് ഇപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ ഡയബറ്റിസ് ഇല്ലാത്ത ആരെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ ആളുകൾക്കും ഡയബറ്റിസ് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആഹാര രീതി, പിന്നെ വെള്ളം, ഇതെല്ലാം ഒരുപാട് ഘടകങ്ങളാണ്. അപ്പോൾ ഡയബറ്റിസ് പാരമ്പര്യമായിട്ട് വരും. പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് വരും, അതാണ് ഏറ്റവും കൂടുതൽ. ടൈപ്പ് 2 എന്ന് അതിന് പറയും. പിന്നെ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, പിന്നെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്നത്. അതിനുവേണ്ടി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റീസിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഡയറ്റും കൂടെ ഞാൻ പറയാം. ഡയബറ്റീസിനെ പറ്റി ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ സോക്കറിൻ്റെ പിന്നെ ഡിസ്കഷനിൽ കൂടുതൽ പോകുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഡയബറ്റീസിൻ്റെ പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പാരമ്പര്യമായിട്ട് വരാം, ആഹാര രീതി, പിന്നെ നമുക്ക് എക്സസൈസ് ഇല്ലായ്മ, ഇതെല്ലാം കൊണ്ടുവരാം. ഇപ്പോൾ ഉദാഹരണം, എക്സസൈസ് കൊണ്ട് തന്നെ ഡയബറ്റീസ് നിയന്ത്രിക്കുന്നുണ്ട്. എനിക്ക് പല പേഷ്യൻസ് ഞാൻ അവരെ ഈ പിന്നെ ഡയറ്റ് അതുപോലെ എക്സസൈസെല്ലാം യോഗ പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഒരു അര-മുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് പിന്നെ പെർമനൻ്റായിട്ട് മാറും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാങ്ക്രിയാസാണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ദി നോർമൽ ടു ദി ബ്ലഡ് ഷുഗർ. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വേണ്ടിയുള്ള വേണ്ടത്ര ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളതിന് ഏതെങ്കിലും രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അപ്പോൾ അതിന് ഏതെങ്കിലും സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാലും അത് വരും. അപ്പോൾ നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഡയറ്റാണ്, ആഹാരം. മരുന്ന് മൂന്നാമതേ വരുന്നുള്ളൂ. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിന് ഈ കഴിയുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് സ്റ്റാർച്ച്, അതായത് പഞ്ചസാര, അതുപോലെ ഷുഗർ പ്രോഡക്ട്സ് ഉപയോഗിക്കാനേ പാടില്ല. പിന്നെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഷുഗറിന് പറയുമ്പോഴത്തേക്ക് ഷുഗറും പിന്നെ പകരം ഉപയോഗിക്കുന്നതിന് ഷുഗറിന് പകരം ഉപയോഗിക്കുന്നത് ഈ ഷുഗറിൻ്റെ പിന്നെ ഫ്രൂട്ടിൽ നടക്കുന്ന ഷുഗറുണ്ട്, അതിന് പറയുന്നത് ഫ്രൂട്ടോസ്. അതിന് ഷുഗർ ഫ്രീ എന്ന് ചിലപ്പോൾ പല മാർക്കറ്റുകളിലും കിട്ടും. അത് ഷുഗർ ഫ്രീ പല രീതിയിലുണ്ട്. അതിൻ്റെ ഫ്രൂട്ടിൽ നടക്കുന്ന ആ ഷുഗർ ഫ്രീ പൗഡർ ആണെന്നുണ്ടെങ്കിൽ വലിയ ദോഷമില്ല. അതേസമയം ടാബ്ലറ്റ് ഫോമിന് ദോഷം ചെയ്യും. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ്, മറ്റേ കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ്. അതേസമയം ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരക്കിഴങ്ങെന്ന് പറയും, അത് ഇഷ്ടം പോലെ ഹാർട്ട് പേഷ്യൻ്റ് ഉപയോഗിക്കാം, കിഡ്നി പിന്നെ ഡയബറ്റീസ് പേഷ്യൻ്റ് ഉപയോഗിക്കാം. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് മധുരം ഉണ്ടെങ്കിൽ തന്നെ അത് നിറച്ച് ഫൈബറാണ്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് അരിയിൽ ഈ 100% കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ 20% വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ഉപയോഗിക്കാവുന്ന ഒരു വെള്ളമാണ് കരിക്കിൻ വെള്ളം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിക്കിൻ വെള്ളം മധുരം ഉണ്ടെങ്കിൽ തന്നെ അതിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. അതിനകത്ത് മിനറൽസ്, ട്രേസ് മിനറൽസ്, പിന്നെ സോഡിയം, പൊട്ടാസ്യം, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു പിന്നെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പിന്നെ ഈ കോക്കനട്ട് ടെൻഡർ വാട്ടർ, കരിക്കിൻ വെള്ളം. നമുക്ക് ചില പേഷ്യൻസിന് IV ആയിട്ട് വരെയും കൊടുക്കുക. അത്രയ്ക്ക് സേഫായിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അത്രയും കെമിക്കൽ ചേർത്തിട്ടാണ് അവർ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ തേങ്ങ ഉടച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെയും അത് ചൂടായി കഴിഞ്ഞാൽ അത് നിറവ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ആ കരിക്കുകൾ വാങ്ങിച്ച് കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് തെങ്ങയിൽ നിന്ന് ഇട്ട് കൊണ്ടുവരുന്ന അതേ കരിക്കും തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് പറഞ്ഞാൽ ഡയബറ്റീസിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതേപ്പറ്റി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇൻസുലിൻ കുറച്ച് വേണ്ടി വരും. പിന്നെ അതുപോലെ ടാബ്ലറ്റ്സ് വേണ്ടി വരും. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളത് ചെയ്യൂ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.